ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് കടലിനകത്തൊന്ന് ഇറക്കണമെന്നും വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കടലിനകത്ത് ഇറക്കിയിട്ട് തന്നെയാണ് കാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിട്ട് ഞങ്ങളുടെ റൂം നേരെ പുറകിലാണ്. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരാമായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു വന്നിരിക്കുകയാണ്. പുള്ളിയെ ഒന്ന് വെള്ളത്തിൽ ഇറക്കിയിട്ട് തന്നെ കാര്യം അല്ലേ. കടലിൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഹസ്ബൻഡ് ഇറങ്ങത്തില്ല. നടക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം. ഞങ്ങൾ 2 ദിവസത്തെ ഗെറ്റവേക്ക് ആലപ്പുഴയിലാണ് വന്നത്. ആലപ്പുഴ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. ഹോം സ്റ്റേ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ. ഹോട്ടലിൽ കിട്ടുന്ന ഒരു സൗകര്യവും കാണത്തില്ല, പക്ഷെ ഹോട്ടലിലെ ചാർജ് കൊടുക്കുകയും വേണം. ബീച്ചിനോട് ഇത്ര അടുത്ത് വേറെ ഹോട്ടൽ കിട്ടാഞ്ഞതിനാലാണ് ഈ ഹോം സ്റ്റേ എടുത്തത്. ഇത്രയും ബീച്ചിനോട് അടുത്തുള്ള റൂമിൽ ഞങ്ങൾ ഇതിനു മുമ്പേ താമസിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വൈകുന്നേരം ഒരു 5:30 മണിയോടെ ഞാനും ഹസ്ബൻഡും കൂടി ബീച്ചിനെ ലക്ഷ്യമാക്കി നടന്നു. വരുന്നില്ലേ? പുള്ളിക്കാരന് ഭയങ്കര മടിയായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ ഭാഗത്ത് ബീച്ചിൽ ഒട്ടും തിരക്കുമില്ലായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിനെ ഒരു വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്യിച്ച് ഇടയ്ക്ക് ചെയറിട്ട് ഇരുത്തി പതുക്കെ ഞാൻ ഇദ്ദേഹത്തെ കടലിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരമാലകൾ വന്ന് അദ്ദേഹത്തിൻ്റെ കാലുകളെ പുൽകിയപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് മനസ്സിൽ തുള്ളിച്ച്. പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായിപ്പോയി. അവിടെ നിന്നൊരു പാട്ടും പാടി. ആ പാട്ടാണിത്. അദ്ദേഹം കഴിഞ്ഞ 60 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് കടലിൽ ഇറങ്ങുന്നതും തിരമാലകളുടെ ആലിംഗനം അനുഭവിക്കുന്നതും. എനിക്കും ഇത്രയധികം സന്തോഷം ലഭിച്ച ബീച്ച് എക്സ്പീരിയൻസ് വേറെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്രാവശ്യം ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് കടലിലിറങ്ങുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 45 വർഷമായി. ഒരിക്കൽ പോലും ഇതിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് കടലിൽ ഇറങ്ങിയിട്ടില്ല. സാധാരണ ഹസ്ബൻഡ് കരയിൽ ദൂരെ എവിടെയെങ്കിലും ഇരിക്കും, ഞാൻ ഒറ്റയ്ക്കാണ് കടലിൽ ചാടിക്കൊണ്ടിരുന്നത്. എനിവേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി കടലിൽ കുറച്ചു നേരം നിൽക്കാൻ സാധിച്ചതിന് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ 2 പേരും കൂടി സൂര്യാസ്തമയം വരെ ആ കടൽപ്പുറത്തിരുന്നു. ഞാനൊരു ചെയർ കൊണ്ടുപോയി കടലിന് അടുത്തോട്ട് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് നല്ല സുഖമായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് സൂര്യാസ്തമയം കണ്ടു. ഞങ്ങൾ അനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ വലിയൊരു സന്തോഷം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ശല്യപ്പെടുത്താൻ ആ ബീച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല. വാസ്തവം പറഞ്ഞാൽ ഇടയ്ക്കും പിഴയ്ക്കും 1-2 പേര് അതുവഴി കടന്നുപോയെന്ന് മാത്രം. അതിനാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകത്തിൽ അങ്ങനെ അവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇപ്രാവശ്യം ഞാൻ കടലിൽ ചാടാനൊന്നും പോയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ 2 പേരും നല്ലവണ്ണം എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെയൊന്നും വരുകയില്ല. ഞങ്ങൾ 2 പേരും കൂടി കടലിലിറങ്ങിയത് കണ്ടപ്പോൾ കടൽ പോലും മതിമറന്ന് ആനന്ദിച്ചു. ഞങ്ങൾ കടലിൽ നിന്ന് കയറി പോയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ടില്ലേ, ആ തിരമാലകളുടെ തിരമ്പലും 1000 പാദസരങ്ങൾ കുലുക്കിക്കൊണ്ട് പോകല്ലേ പോകല്ലേ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പാദങ്ങളെ പുൽകിയത്. വാവ്, സച്ച് എ സ്വീറ്റ് എക്സ്പീരിയൻസ്. We loved it.